Hey guys, welcome back to my channel. Welcome back to a new video. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇന്ന് ടോണി മാഫുഡിൻ്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈലാണ് ചെയ്യുന്നത്. ടോണി മാഫുഡ് ഈസ് ആൻ ഇൻസ്റ്റഗ്രാമർ, മോഡൽ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്, ഡിസൈനർ. 25 വയസ്സേ ഉള്ളൂ. അടിപൊളി മോഡലാണ്, അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, അടിപൊളി എഡിറ്ററാണ്. സോ നിങ്ങൾ പുള്ളിയുടെ ഫോട്ടോസ്, പുള്ളിയുടെ ഫീഡ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പുള്ളിയുടെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് സിമിലർ ആയിട്ട് വരുന്ന എഡിറ്റ്സ് വരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരു ബ്രില്യൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇവർ ഇത്ര നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊന്നും ആയിരുന്നില്ല ഈ ഒരു ലൈറ്റിംഗ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഇവർ കാറിൻ്റെ ഷെയ്ഡും പുറത്തെ ലൈറ്റ്സും യൂസ് ചെയ്തിട്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അവർ ഫോട്ടോജെനിക് ആക്കി എടുത്തു ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കയ്യിലൊരു മാപ്പ് ഇരിക്കുന്നതാണ്. ശരിക്കും ഒരു പ്രോപ്പർട്ടിയാണ് മാപ്പ്. എന്നിരുന്നാലും അവർ ആ മാപ്പിന് 2 യൂസ് കണ്ടെത്തി. ഒന്നെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ആയിട്ട്, 2 ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഫേസിൽ അവരത് റിഫ്ലക്ടർ പോലെ അവർ യൂസ് ചെയ്തു ആ മാപ്പ്. അങ്ങനെ ചെയ്തപ്പോഴത്തേനും ആണ് അവിടെ ഫേസ് നല്ല ലിറ്റായിട്ട് വന്നത്. നിങ്ങൾ കൈ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൈ ലിറ്റല്ല, ഫേസ് ലിറ്റായ പോലെ കൈ ലിറ്റല്ല. കാരണം എന്ന് വെച്ചാൽ ആ റിഫ്ലക്ഷൻ ഉപയോഗിച്ച രീതിയാണ്. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ. അപ്പോൾ നമുക്കിത് ലൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ലൈറ്റ് സ്നാപ്സീഡും യൂസ് ചെയ്യണം. കാരണം ഇതിൽ കുറച്ച് സെലക്റ്റീവ് എഡിറ്റിങ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതുപോലത്തെ ഒരു സിമിലർ ഫോട്ടോ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കാറിനകത്തിരിക്കുന്നൊരു ഫോട്ടോ 2 months മുമ്പ് എനിക്ക് എടുക്കാൻ പറ്റി. ആ ഒരു ഫോട്ടോ ആണ് ഞാനിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫോട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടോണി മാഫുഡ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പോസ്ഡ് ആണ് ഫോട്ടോസ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പോസ് ചെയ്യുക, എക്സ്പോഷർ കൂട്ടുക, ഹൈലൈറ്റ്സ് കൂട്ടുക, ഷാഡോസ് ഇൻക്രീസ് ചെയ്യുക, വൈറ്റ്സ് ഇൻക്രീസ് ചെയ്യുക. നിങ്ങൾ ബ്ലാക്ക്സ് മാത്രം ഡീപ്പറാക്കുക, ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം എക്സ്പോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കർവ്സിൽ പോവുക. കർവ്സിൽ പോയിട്ട് നല്ല കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക, എസ് കർവ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് എസ് കർവിൻ്റെ വൈറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ കുറച്ച് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെഡ്സിൽ പോവുക. റെഡ്സിൽ പോയിട്ട് നിങ്ങൾ ഷാഡോ സൈഡിൽ ഒരല്പം ബ്ലൂസ് ആഡ് ചെയ്യുക. ബ്ലൂ ചാനലിൽ പോയിട്ട് ഹൈലൈറ്റ്സിൽ ഒരല്പം പുൾ ഡൗൺ ചെയ്യുക. ഹൈലൈറ്റ്സിൽ പുൾ ഡൗൺ ചെയ്യുക, യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്ലൈറ്റായിട്ട്. ഓക്കെ, ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഇമേജ് നല്ല സാച്ചുറേഷൻ നല്ല കയറി കാണും. അപ്പോൾ നിങ്ങൾ കളറിൽ പോയിട്ട് വൈബ്രൻസ് ഡിക്രീസ് ചെയ്ത് ആ കളറെല്ലാം കൂടെ ബാലൻസ് ചെയ്യാം. സ്കിൻ ടോൺസ് കൂൾ ഡൗൺ ആവുന്ന വരെ. ഓക്കെ, സ്കിൻ ടോൺ കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ടെക്സ്ചർ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കളർ മിക്സിങ്ങിൽ പോയിട്ട് HSL സ്ലൈഡേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ റെഡ്സും ഓറഞ്ചും സാച്ചുറേഷൻ നിങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക. ഓറഞ്ചസ് റെഡ് സൈഡിലോട്ട് പുഷ് ചെയ്യുക. ഓറഞ്ചസ് റെഡിഷ് ആക്കിയിട്ട് അതിൻ്റെ സാച്ചുറേഷൻ നിങ്ങൾ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളർ ഗ്രേഡിൽ പോവുക. കളർ ഗ്രേഡിൽ പോയിട്ട് ഷാഡോ സൈഡിൽ അല്പം ബ്ലൂസ് ആഡ് ചെയ്യുക, ഒരു സയാനിഷ് ബ്ലൂസ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ ഒരു 7, വെരി മിനിമലായിട്ട്, വളരെ മിനിമലായിട്ട് നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുക. ഷാഡോ സൈഡിൽ അത്ര കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മിഡ് ടോൺസിൽ കളർ ആഡ് ചെയ്യുക. നിങ്ങൾ ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്യേണ്ട, മിഡ് ടോൺസിൽ ആഡ് ചെയ്യുക. മിഡ് ടോൺസിൽ ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആഡ് ചെയ്യുക. യെല്ലോയിഷ് ഓറഞ്ച് ഒരു അല്പം ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ വെരി മിനിമലായിട്ട് ആഡ് ചെയ്യുക. ലുമിനൻസ് ഒന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും സാച്ചുറേഷനിൽ വ്യത്യാസം വരും സ്കിൻ ടോൺസിൽ. അത് ഫിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ റെഡിൻ്റെ ഹ്യൂ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാട് റെഡിഷ് ആവാൻ പാടില്ല, ഒരുപാട് ഓറഞ്ചിഷ് ആവാൻ പാടില്ല. ഒരു ബ്രൗണിഷായിട്ട്, ഒരു ഡിം ബ്രൗണിഷായിട്ട് വരുത്തുക. സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലുക്ക് വരും. അത് കഴിഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, ഷാർപ്നെസ് ആഡ് ചെയ്യുക. ഷാർപ്നെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഡീറ്റെയിലിൽ പോവുക, ഷാർപ്നെസ് ആഡ് ചെയ്യുക. ഷാർപ്നെസ് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്യുക. ഒരു ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു ഫിംഗർ ടാപ്പ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആഡ് ചെയ്യുമ്പോഴും റേഡിയസ് ആഡ് ചെയ്യുമ്പോഴും മാസ്കിങ് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിളായിട്ട് കാണാൻ പറ്റും ഷാർപ്നെസ് ആഡ് ആവുന്നത്. നമ്മൾ മാസ്ക് ചെയ്യുമ്പോൾ വൈറ്റ് പോർഷനായിട്ട് വരുന്ന ഭാഗം ആണ് ശരിക്കും ഷാർപ്നെസ് ആഡ് ആവുന്നത്. ബ്ലാക്ക് ആയിട്ട് വരുന്ന പോർഷൻസിൽ ഷാർപ്നെസ് ആഡ് ആവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ടെക്നിക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് എക്സ്പോർട്ട് ചെയ്യുക, നേരെ സ്നാപ്സീഡിൽ കൊണ്ടുവരാം. സ്നാപ്സീഡിൽ കൊണ്ടുവന്നിട്ട് നേരെ ക്രോസിൽ പോയിട്ട് ലുമിനൻസ് സെലക്ട് ചെയ്ത് ഇമേജ് ഡാർക്കിഷ് ആക്കുക. ഡാർക്കിഷ് ആക്കിയിട്ട് നമ്മളത് മാസ്ക് ചെയ്തിട്ട് ലൈറ്റ് അടിക്കാൻ സാധ്യതയില്ലാത്ത പോർഷൻസിൽ അടിച്ചു കൊടുക്കുക. ഈ ഒരു ഫോട്ടോയിൽ വിൻഡോയുടെ അകത്തു കൂടാണ് ലൈറ്റ് വരുന്നത്. സൂര്യൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഫ്രണ്ട് ഗ്ലാസ് വഴി അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് ഗ്ലാസ് വഴിയാണ് ലൈറ്റ് വരിക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലൈറ്റ് വരില്ല. അപ്പോൾ നമ്മൾ ഈ സൈഡ് കുറച്ച് ഡാർക്കിഷ് ആക്കുക. അതേപോലെ തന്നെ ഡാർക്കായിട്ട് വരുന്ന പോർഷൻസ് നിങ്ങൾ ഡാർക്ക് ചെയ്യുക. വൈറ്റ് ആയിട്ടുള്ള പോർഷൻസ്, അതായത് ഹൈലൈറ്റ്സ് ഉള്ള പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യുക. ഓക്കെ, അതിന് കുറച്ച് വഴികളുണ്ട്, എല്ലാ വഴികളും ഞാൻ പറയാം. ഒരു വഴി കേഴ്സ് യൂസ് ചെയ്തിട്ട് ലൈറ്റ്നെസ്സും ഡാർക്ക്നെസ്സും ആഡ് ചെയ്തിട്ട് അത് നമ്മൾ മാസ്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത വഴി ടൂൺ ഇമേജ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബ്രൈറ്റ്നെസ് നമുക്ക് മാറ്റി മാസ്ക് ചെയ്യാം. ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഹെയർ ലൈറ്റ്, അതായത് ഹെയറിൽ കുറച്ച് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് കുറച്ച് കളർ ചേഞ്ചും വരുന്നുണ്ട്. അത് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ടൂൺ ഇമേജിൽ പോയിട്ട് കുറച്ച് വാംത്ത് ആഡ് ചെയ്യുക, ആംബിയൻസ് ആഡ് ചെയ്യുക, ഷാഡോസ് കുറച്ച് പുൾ ചെയ്യുക, ബ്രൈറ്റ്നെസ് ആഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് നമ്മളത് മാസ്ക് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രമായിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോലെ മാസ്ക് ചെയ്യുക, നല്ല സോഫ്റ്റിനായിട്ട് മാസ്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളൊരു വഴി ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സെലക്റ്റീവായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി അധികം പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന് വേണ്ടി മാത്രമായിട്ട് മേ ബി ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മാസ്ക് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ മാസ്കിങ് ഏരിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ്, പിന്നെ സ്ട്രക്ചർ ഇതൊക്കെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ബ്രൈറ്റ്നസ് മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇതേപോലെ മാസ്ക് ചെയ്യാനുള്ള ഏരിയാസ് നമ്മൾ നോക്കി, അതായത് ഡാർക്കായിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഡാർക്ക് ആക്കുക, ബ്രൈറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യാം. ഡോഡ്ജ് ആൻഡ് ബേണിങ്ങും ഈ ഇപ്പോൾ പറഞ്ഞ സെയിം ടെക്നിക്സ് ആണ്. ഡോഡ്ജ് ആൻഡ് ബേൺ ആകുമ്പോൾ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. അതായത് ഒരു ഫോട്ടോഷോപ്പിലെ കൺട്രോളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ട്രോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം മാസ്ക് ചെയ്യാതെ നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും എത്ര വാല്യൂസാണ് ആഡ് ആവുന്നതെന്ന് കണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ബ്രഷിൽ പോയിട്ട് ഡോഡ്ജ് ആൻഡ് ബേൺ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് ആഡ് ആവും, മൈനസ് വാല്യൂ ആഡ് ആകുമ്പോൾ മൈനസ് വാല്യൂ നിങ്ങൾ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക്നെസ് ആഡ് ചെയ്യാം. ഇറേസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ഇറേസ് ചെയ്ത് കളയാം. മൈനസ് ഓർ പ്ലസ് വാല്യൂ ആഡ് ചെയ്തിട്ട് വാല്യൂസ് ബ്രൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ വെരി സ്പെസിഫിക് ആയിട്ട് സൂം ചെയ്ത് ഹെയർ ലൈറ്റ്, ഇതേപോലെ ഹെയർ ലൈറ്റിൽ ലൈറ്റുള്ള ഏരിയാസിൽ പ്ലസ് വാല്യൂ ഇട്ടിട്ട് +5 ഇട്ടിട്ട് ഹിറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നല്ല ബ്രൈറ്റായിട്ട് വരും, നല്ല പോപ്പ് കിട്ടും ഹൈലൈറ്റിന്. അപ്പോൾ നിങ്ങൾ സ്റ്റീറിങ് നോക്കുകയാണെങ്കിൽ അതിനൊരു റിമ്മ് ലൈറ്റ് വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ കാറിൻ്റെ കുറേ സൈഡിൽ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കുറച്ച് ടെക്സ്റ്റേഴ്സിൽ ഇതേപോലെ ലൈറ്റ്സ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല എൻഹാൻസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഷാർപ്നെസ് ആഡ് ചെയ്യുക. ഷാർപ്നെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിലിൽ പോയിട്ട് ഷാർപ്നെസ് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് ഫേസിൽ മാത്രമായിട്ട് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ ടൂൺ ഇമേജ് പോയിട്ട് കുറച്ച് വാംത്ത് ആഡ് ചെയ്യുക. ഇമേജ് കുറച്ച് ആഡ് ചെയ്യുക, ഒരല്പം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഷാഡോസിൽ ബാധിക്കാത്ത രീതിയിൽ ആഡ് ചെയ്യുക. ആദ്യം മൊത്തത്തിൽ ബാലൻസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. പിന്നെ നിങ്ങൾ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫോട്ടോയുടെ കളർ സ്റ്റൈല് അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഫോട്ടോ നിങ്ങൾ ക്ലോസ് ആയിട്ട് വയ്ക്കാൻ നോക്കുക. എന്നിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഹൈലൈറ്റ്സ് ശ്രദ്ധിക്കുക, ഷാഡോസ് ശ്രദ്ധിക്കുക, സ്കിൻ ടോൺ ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി എഡിറ്റ് ചെയ്യുമ്പോൾ. ഇത് സിമിലറായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതേപോലെ ആ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ട്രിക്ക്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വാംത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇമേജ് കംപ്ലീറ്റ് ആവും. ഷാഡോ സൈഡിൽ ഇതുപോലെ വാംത്ത് ആഡ് ആയിട്ട് നമ്മുടെ കൂൾനെസ് പോയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ മാത്രം അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻസിൽ മാത്രം വാംത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ടോണി മാഫുഡ് എന്നുള്ള ഇൻക്രെഡിബിൾ ഫോട്ടോഗ്രാഫർ ആർട്ടിസ്റ്റിൻ്റെ മാസ്റ്റർ പീസസിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആർട്ടിൽ ഒരു ചെറിയ പോർഷനാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ പോർഷനാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്.
അപ്പോൾ ഈ ഒരു എഡിറ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ അടുത്ത ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് ഇഷ്ടമാണ്, അതുപോലെ ചെയ്യണം, അതിൻ്റെ ട്രിക്സ് അറിയണം, അതിൻ്റെ ഫിലോസഫി അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റിൽ പറയുക ആ വ്യക്തിയുടെ പേര്, ആ ആർട്ടിസ്റ്റിൻ്റെ പേര്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ കുറച്ചുണ്ട് വീഡിയോസ്, അത് വീക്ക്ലി വരും. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തോട്ട്സ് കമൻറ്റ് ചെയ്യുക. പിന്നെ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.